ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ പാർട്ടിക്ക് പോവാണ് കേട്ടോ. ഇന്നത്തെ പാർട്ടി നമ്മുടെ റോസിൻ്റെ വീട്ടിലാണ് കേട്ടോ. റോസും റോബിനാണ് എല്ലാ വർഷവും ഈ ഒരു പാർട്ടി ഹോസ്റ്റ് ചെയ്യാറുള്ളത്. ജോയിൻ വെഞ്ചർ എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഏറ്റവും ആദ്യം എത്തുന്ന ആളാണ് കേട്ടോ ഈ നിൽക്കുന്നത്, നമ്മുടെ സ്വന്തം ടിൻറ്റുമോൾ. ഏറ്റവും അവസാനം എത്തുന്നത് പിന്നെ പറയണ്ടല്ലോ, അത് ഞങ്ങളാണ് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ വേഗം എത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ റോസ് നമ്മുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എന്താ ഓക്കെ റോബിനും റോസും കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ വൈനായിരുന്നു കേട്ടോ. അത് ഗ്രേപ്പ് വൈൻ. സംഭവം ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. യൂഷ്വലി എല്ലാ വർഷവും നമ്മൾ ഡിസംബർ എൻഡിലാണ് ഈ ഒരു പാർട്ടി വെക്കാറ് കേട്ടോ, ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഒരു വീക്കെൻഡൊക്കെ. പക്ഷേ ഈ വർഷം എല്ലാവരും കുറച്ച് തിരക്കായിരുന്നു, പിന്നെ കുറച്ച് കോൾഡും ചുമയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതും കൊണ്ട് തന്നെ നമ്മൾ ജാനുവരി ഫസ്റ്റ് വീക്കിലാണ് കേട്ടോ ഈ ഒരു പാർട്ടി വെച്ചത്. റോസ് വീട് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ ഇതുപോലെയുള്ള അലങ്കോല പണികൾക്കൊക്കെ മിടിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ചുമ്മാ നടന്നു കാണുമായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സും വന്നു. ശ്രീജയും കാർത്തിക്കും അതുപോലെ തന്നെ കിറ്റിയും ജോസഫും എല്ലാവരും വന്നു കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഉള്ള ഒരു ഫ്രണ്ട്സ് ഗ്യാതറിംഗ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഈ ഒരു 7 ഫാമിലീസ് ആയിട്ട് കേട്ടോ. അത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയാണ്. അതിൽ 2 പേര് ഇപ്പോൾ UK-യിലും കാനഡയിലുമാണ്. ഞങ്ങൾ 5 പേര് ഇപ്പോൾ ഇവിടെ ദുബായിലുള്ളൂ കേട്ടോ. നമ്മൾ എപ്പോൾ കൂടുമ്പോഴും അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ വീഡിയോ കോളിലൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോം മെയ്ഡ് വൈൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മണി അടിച്ച് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ വൈൻ കുടിച്ച് നമ്മൾ പരിപാടി തുടങ്ങി നമ്മുടെ സ്റ്റാർട്ടേഴ്സിലേക്കൊക്കെ കടന്നു. കുറച്ച് ക്രിസ്മസ് ഗെയിംസ് ഒക്കെ റോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കിഡ്സിന് വേണ്ടിയിട്ടും അഡൾട്ട്സിന് വേണ്ടിയിട്ടും ഒക്കെ ഗെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ റോസ്. എല്ലാം ചുമ്മാ ഒരു ഫൺ ഓറിയൻറ്റഡ് ആയിരുന്നു, പക്ഷെ രസമായിരുന്നു കേട്ടോ. One time. Okay. അവന് 5 പ്രാവശ്യം പറഞ്ഞോ? ഇതൊരു മെമ്മറി ഗെയിം ആയിരുന്നു കേട്ടോ. റോസ് കുറച്ച് വേർഡ്സ് ഒറ്റ തവണ ഇങ്ങനെ പറയും, അത് നമ്മൾ അതേ ഓർഡറിൽ റിപ്പീറ്റ് ചെയ്ത് പറയണം കുറച്ച് സമയത്തിന് ശേഷം. ഏതോ അദൃശ്യ ശക്തികളുടെ ഇടപെടൽ കൊണ്ടാവണം ഒരു ഓർമ്മയുമില്ലാത്ത എനിക്കാണ് ആ ഒരു ഗെയിമിന് പ്രൈസ് അടിച്ചത് കേട്ടോ. ഇതുപോലെയുള്ള കുട്ടി ഗെയിംസ് ആണ് കേട്ടോ റോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾ ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മാത്രമല്ല കിഡ്സിനും ഉണ്ടായിരുന്നു. ഈ ഗെയിമൊക്കെ നിങ്ങൾ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് താഴെയുള്ള പോലെ തന്നെ ആ സെയിം മോഡലിൽ വെക്കണം, അങ്ങനെയുള്ള ഗെയിംസൊക്കെ ആയിരുന്നു കേട്ടോ. രസമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ ഈ ഒരു ഇങ്ങനെ ഒരുപോലെ പോകുന്ന ആ ഒരു ലൈഫിൽ ഒരു റൊട്ടീനിൽ പോകുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒരേ കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സ്ട്രെസ്സും അതുപോലെ തന്നെ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ തോന്നും. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെയുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഗ്യാദർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഔട്ടിംഗ് ഒക്കെ പോകുമ്പോൾ ശരിക്കും അതൊരു സ്ട്രെസ് റിലീഫാണ്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ആ ഒരു മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ കുറേ നേരത്തേക്ക് മറന്നു പോകും കേട്ടോ. അങ്ങനെ ലോട്ടൊക്കെ എടുത്ത് ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ ചൂസ് ചെയ്ത് നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എനിക്കും അനൂപിനും ക്രിസ്മസ് ഫ്രണ്ട്സായിട്ട് കിട്ടിയത് ഒരേ ഫാമിലിയിലുള്ള ആൾക്കാരാണ് കേട്ടോ, ശ്രീജിയും കാർത്തിക്കും. അനൂപിൻ്റെ ഫ്രണ്ട് കാർത്തിക്കും എൻ്റെ ഫ്രണ്ട് ശ്രീജിയും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതുപോലെ എന്നെ ഫ്രണ്ടായി കിട്ടിയത് ജോസഫിനും ആയിരുന്നു. ഇതൊക്കെ ശരിക്കും നൊസ്റ്റാൾജിയാണ് അല്ലേ. നമ്മൾ സ്കൂൾ കോളേജ് ടൈമിലും അതുപോലെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെയുള്ള ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ ചൂസ് ചെയ്യുന്നതും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതും സാന്റാ ഗിഫ്റ്റ് അതുപോലെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവയ്ക്കുന്നതൊക്കെ ശരിക്കും നമ്മളിപ്പോൾ ഈ ഒരു ഏജിൽ ചെയ്യുമ്പോൾ ശരിക്കും നമുക്കൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. നമ്മൾ മാത്രമല്ല കേട്ടോ, കിഡ്സിൻ്റെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് നേരത്തെ കഴിഞ്ഞായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇടാതിരുന്നത്. അപ്പോൾ കിഡ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഏജിൽ നമ്മൾ കളിച്ച് നടന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ലൈഫ് പോലത്തെ ആ ഒരു ലൈഫൊന്നുമല്ല അവരുടെ ഇവിടുത്തെ സ്കൂൾ ലൈഫൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ ചെയ്യുമ്പോൾ അവർക്കും അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് കുറച്ചുകൂടി മെമ്മറബിൾ ആക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കുറച്ച് കാലം കഴിയുമ്പോൾ അവരൊക്കെ വലുതായി കഴിയുമ്പോൾ ഇതുപോലെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചുകളും ക്രിസ്മസ് പ്രോഗ്രാംസൊക്കെ അവരും ചെയ്തിരുന്നു എന്നൊക്കെ അവരും ഓർക്കട്ടെ അല്ലേ.
എല്ലാ പ്രാവശ്യവും അതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ചിനും ഈ പരിപാടിക്ക് വരിക. കാരണം നേരത്തെ തന്നെ അവരുടെ ഫ്രണ്ടിനെ അവർ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ലോട്ടിട്ട് എടുക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് ക്രിസ്മസ് ഫ്രണ്ട് എന്ന് അവർക്ക് നേരത്തെ അറിയാം. പക്ഷേ അവരുടെ സാന്റ ആരാന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ സാന്റ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് എന്നും പോയി ഡോറൊക്കെ തുറന്ന് നോക്കും എന്തെങ്കിലും സാന്റ ഗിഫ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടാകുമ്പോൾ നമുക്കും അതൊരു സന്തോഷമാണ്. ഗിഫ്റ്റിൻ്റെ ആ ഒരു പ്രൈസോ വലുപ്പമോ അതൊന്നുമല്ല, അത് കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരെന്ന് തന്നെയാണ് കേട്ടോ. അതിൻ്റെ വാല്യൂ അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ റോസ് വീണ്ടും എന്താ വേറെ ഗെയിമൊക്കെ ആയിട്ട് വന്നു. റോസിൻ്റെ ഒരു സ്ഥിരം ഗെയിമാണ് ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡ്രോയിങ് പറയും. ഇപ്രാവശ്യം പറഞ്ഞത് ക്രിസ്മസ് ട്രീ ആയിരുന്നു കേട്ടോ. ഡ്രോയിങ് എന്ന് പറയുന്നത് അടുത്ത പഞ്ചായത്തിൽ കൂടെ പോലും പോകാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ട്രീ കണ്ടിട്ട് അത് മാവാണോ പ്ലാവാണോ എന്താണെന്ന് എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ 2-3 പേരൊക്കെ അത്യാവശ്യം നന്നായി തന്നെ വരയ്ക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. പക്ഷേ മായ്ക്കാനൊന്നും പറ്റാതെ, റീസറൊന്നും ഇല്ലാതെ, ഒന്നും വെച്ചൊന്നും വരയ്ക്കാൻ പറ്റാതെ ജസ്റ്റ് 2 മിനിറ്റ് 3 മിനിറ്റിൽ ഒരു ട്രീ വരയ്ക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അനൂപും അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ വരയ്ക്കും കേട്ടോ, എന്നെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ശ്രീജയ്ക്കും അനൂപിൻ്റെ ഡ്രോയിങ് ഒക്കെയാണ് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടായിരുന്നത്, കിറ്റിയുടെയൊക്കെ. അങ്ങനെ ശ്രീജയ്ക്കും അനൂപിനുമാണ് ഫസ്റ്റ് സെക്കൻഡൊക്കെ ഇവർ കൊടുത്തത് കേട്ടോ. ചുമ്മാ ഇതൊക്കെ വെറുതെയാണ്, വെറുതെ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് റോസിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ 2 ക്യാൻഡിൽസാണ് ഇവർക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുത്തത്. കുട്ടികൾക്ക് ഇതുപോലെ ഒരുപാട് ഗെയിംസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവരുടെ ഗെയിംസ് എപ്പോഴും കുറച്ച് കോംപ്ലിക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിൽ 2 പേര് ചെറിയ കുട്ടികളാണ് ഇവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ബാക്കി 4 പേരും വലിയ കുഴപ്പമില്ലാതെ ഒരേ ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്നവരാണെങ്കിലും ഈ 2 കുഞ്ഞു കുട്ടികളെ കണ്ടില്ലേ. അപ്പോൾ ഇവർ എപ്പോഴും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് കിട്ടിയില്ലെങ്കിലൊക്കെ അവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ. ഈ കണ്ട പോലെ തന്നെ എല്ലാ ഗെയിമും കഴിയുമ്പോൾ ഒരു കരച്ചിലുണ്ടാവും ഇവരുടെ 2 പേരും ഭാഗം. അപ്പോൾ അതുകൊണ്ട് ഇവരെ 2 പേരെ മാത്രം വെച്ചിട്ടൊക്കെ നമ്മൾ വെറുതെ ഗെയിം അറേഞ്ച് ചെയ്തിട്ട്, കാരണം എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു അൾട്ടിമേറ്റ് എയിം റോസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓരോ ഗിഫ്റ്റ് കിട്ടുന്ന തരത്തിൽ നമ്മൾ ഓരോന്ന് ചെയ്ത് അവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. ഓരോ ഗെയിംസ് കളിക്കുമ്പോഴും അതുപോലെ ഗിഫ്റ്റ് കിട്ടുമ്പോഴൊക്കെ കുട്ടികൾക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. അത് കാണുമ്പോൾ നമുക്കും സന്തോഷമാണ് കേട്ടോ. നല്ല പുളിയുള്ള ഒരു ക്യാൻഡി, ഒരു ഇമോഷൻസോ എക്സ്പ്രഷൻസോ ഒന്നും മുഖത്ത് വരുത്താതെ ചൂയ് ചെയ്ത് കഴിക്കുക എന്നുള്ളതായിരുന്നു ഗെയിം കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുട്ടികളൊക്കെ ഇതിൽ പ്രോ ആണ്. നമ്മളൊക്കെ വായിലിട്ട് എങ്ങനെയെങ്കിലും മുഖത്ത് എന്തെങ്കിലും ഒരു ഇമോഷൻ കാണിക്കും. പക്ഷേ പിള്ളേർ മാക്സിമം ടൈമൊക്കെ ഒരു പിടിച്ചു നിന്നു കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു അദൃശ്യ ശക്തികളുടെ കരങ്ങളാൽ ഇത്തവണ 3-4 ഗെയിംസിന് ഗിഫ്റ്റ് കിട്ടിയത് എനിക്കാണ് കേട്ടോ. റോസ് വാങ്ങിയ വെച്ചാൽ മിക്കവാറും ഗിഫ്റ്റൊക്കെ ഞാൻ തന്നെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ പാനൂർ സ്പെഷ്യൽ നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അന്നത്തെ ആ ഒരു ക്രിസ്മസ് ഈവ് അവിടെ അങ്ങനെ അവസാനിപ്പിച്ചു. അവിടെ അവസാനിപ്പിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം അന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് കേട്ടോ. അതിൻ്റെ കഥ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇവിടുന്ന് പോയ നമ്മുടെ ഫ്രണ്ട്സ് ഇല്ലാതെ ഈ ഫോട്ടോസൊക്കെ ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരുന്ന ഒരു ഗ്യാതറിങ്ങിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ ഇത്. ഇതാണ് നമ്മുടെ 7 ഫാമിലീസ്. ഇവരെ ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എൻ്റെ ഹോസ്പിറ്റൽ വിശേഷം ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മച്ച് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്.